നമസ്കാരം. നമ്മുടെ ചിഹ്നം ഇന്ന് കോഴിക്കോട് മണ്ഡലത്തിലാണ്. രാജോട് മത്സരിക്കാൻ ഓരോ ഉപ്പില്ലാത്തവരല്ലേ നിങ്ങൾ? മത്സരിക്കണോ രാഹുൽ ഗാന്ധി? പെൻഷൻ കൊടുക്കാനാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള സർക്കാർ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കും. നല്ല നിലയിൽ ചർച്ച നടത്തി പോകേണ്ടതാണ്. നമസ്കാരം. നമ്മുടെ ചിഹ്നം ഇന്ന് കോഴിക്കോട് മണ്ഡലത്തിലാണ്. മാനാഞ്ചിറയിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം തിരഞ്ഞെടുപ്പ് ആവേശം പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പമുണ്ട്. കോഴിക്കോട് നമുക്കറിയാം, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്തെ മണ്ഡലങ്ങളിൽ ഒന്നാണ്. സിറ്റിംഗ് എം പി ആയ MK രാഘവനെ പരാജയപ്പെടുത്താൻ സീനിയർ നേതാവ് എളമരം കരീമിനെ CPIM LDF രംഗത്തിറക്കുന്നു. MT രമേശ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ പരിച്ഛേദമെന്ന് നമുക്ക് ഒറ്റ വാചകത്തിൽ കോഴിക്കോടിനെ പറയാം. വളരെ ശക്തമായ മത്സരം നടക്കുന്ന കോഴിക്കോട് ഇത്തവണ ആരെടുക്കും? എന്നോടൊപ്പം ഈ രാത്രിയിൽ ഇതാ ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസിന്റെ നേതാവ്, ശ്രീമതി PM ആതിര CPM-നെ പ്രതിനിധീകരിച്ച്, ശ്രീമതി നവ്യ ഹരിദാസ് BJP പ്രതിനിധീകരിച്ച്. നമുക്ക് പെട്ടെന്ന് പാനലിസ്റ്റുകളിലേക്ക് പോകാം. ആദ്യം ശ്രീ നിജേഷ്, 2009 ഈ മണ്ഡലം രൂപം കൊണ്ടത് മുതൽ രാഘവേട്ടനാണ് ഇവിടെ MP. 3 ടൈമായി, 15 വർഷമായി. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചൊരു മാറ്റമൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ആദ്യ തെരഞ്ഞെടുപ്പിൽ 838 വോട്ട് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടായിരുന്നു. രണ്ടാമത്തെ ഘട്ടമായപ്പോഴാണ് ശ്രീ MK രാഘവൻ അദ്ദേഹം കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററൊക്കെ വരാൻ തുടങ്ങി. ആ സമയത്ത് ജനങ്ങൾ അത് 16,000-ലേക്ക് ഉയർത്തി. അതിൻ്റെ അടുത്ത തവണ അതിനേക്കാൾ ശക്തമായി അദ്ദേഹത്തിനെതിരെ കേസ് വന്നു. അദ്ദേഹം കള്ളനാണ് എന്ന് ഓരോ ആളുകളും പറഞ്ഞു. ആ സമയം അത് 86,000-ലേക്ക് എത്തി. ആ കേസിനെ പറ്റി പിന്നെ കേട്ടിട്ടില്ല, ആ FIR-നെ പറ്റി കേട്ടിട്ടില്ല, കള്ളനെന്ന് വിളിച്ച ആളുകളെ പറ്റി കേട്ടിട്ടില്ല. അവരുടെ മുന്നിലേക്ക് വീണ്ടും രാഘവേട്ടൻ അത് ഞങ്ങൾക്ക് വേണ്ടി, കോഴിക്കോടിന് വേണ്ടി ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുകയാണ്. യെസ്, ശ്രീമതി PM ആതിര, ഇങ്ങനെ കോഴിക്കോടിനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കാണ് രാഘവേട്ടൻ. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ചേഞ്ച്? ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ഈ 15 വർഷക്കാലത്തിനിടയിൽ കോഴിക്കോട് വന്നിട്ടില്ല. 2 തവണ അദ്ദേഹം പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സമയത്ത് ദൗർഭാഗ്യവശാൽ BJP-യാണ് കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷേ ഒരു തവണ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി തന്നെയായിരുന്നു കേന്ദ്രവും ഭരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും കോഴിക്കോട് ചൂണ്ടിക്കാണിക്കാൻ, എടുത്തു കാണിക്കാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? ഇവിടെ പലപ്പോഴും ഞാൻ ഇവരുടെയൊക്കെ പ്രകടന നോട്ടീസിലൊക്കെ വായിക്കുന്ന സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ എസ്കലേറ്ററൊക്കെയാണ് എടുത്തു പറയുന്നത്. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ ഇവിടെ ഒരു നമ്മളുടെ എന്താ പറയേണ്ടത്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം എസ്കലേറ്റർ കാരണം പോലും ഇവിടെ സാധാരണക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് എസ്കലേറ്റർ വെച്ചിട്ടുള്ള കോർപ്പറേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എസ്കലേറ്ററൊക്കെയാണ് വലിയ ഒരു MP എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇവിടെ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇതുവരെ ഈ മണ്ഡലത്തിലേക്ക് ആ രീതിയിലൊന്നും കോഴിക്കോടിൻ്റെ ഒരുപാട് ചരിത്ര പാരമ്പര്യത്തെ ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി, കോഴിക്കോടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പോട്ടെ, ഈ മണ്ഡലത്തിലെ മുഴുവൻ അസംബ്ലി മണ്ഡലത്തിലെയും MLA-മാരെ വിളിച്ചിരുത്തിട്ട് MP ഒരിക്കലെങ്കിലും ഒരു യോഗം നടത്തിയോ? എന്താണ് ഈ മണ്ഡലത്തിന് വേണ്ടതെന്ന് അന്വേഷിച്ചോ? ഇപ്പോൾ BJP-യുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ കോഴിക്കോട് വരുന്നു. എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു പൊളിറ്റിക്സ് ഒക്കെ നമുക്കറിയാമല്ലോ. MT രമേശ് ജയിക്കാൻ വേണ്ടി നടക്കുന്ന മത്സരമാണോ? 100% ജയിക്കാൻ വേണ്ടി തന്നെ നടത്തുന്ന ഒരു മത്സരമാണ്. മുൻപുണ്ടായിരുന്ന മത്സരത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് അത് ഞങ്ങളുടെ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ആക്സെപ്റ്റൻസും ഒക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണ ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു MP എന്ന് പറയുമ്പോൾ അദ്ദേഹം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉപരിയായിട്ട് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. 15 വർഷക്കാലമാണ് ഈ കോഴിക്കോട് ഭരിച്ചിട്ടുള്ളത്. ഈ കോഴിക്കോട് മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണ് എന്നൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതിന് പുറമെ തന്നെ വ്യക്തി എന്ന നിലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞത് മാഞ്ഞു പോകുന്ന ഒരു നിലയിലേക്ക് ഇന്ന് നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും ശരി, ദേശീയ നേതൃത്വം വീക്ഷിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ എല്ലാവരും തന്നെ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാവി കൂടെ അസ്തമിച്ചതായിട്ട് കാണാം. അതുപോലെ ശ്രീമതി ആതിര സൂചിപ്പിച്ചത്, കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളല്ല, MP കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളല്ല, ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ പലതും നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ്. അവിടെയും എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത്, അവർ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലുള്ള എസ്കലേറ്റർ. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള അമൃത് പദ്ധതിയിലൂടെയാണ് ആ എസ്കലേറ്റർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ 90% കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രമാണ്. അത് ചിലത് പൂർണ്ണമായിട്ടും 100% കോഴിക്കോട് കോർപ്പറേഷനിൽ 100% ഫണ്ടും കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിക്കൊണ്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ പോലെയുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട്
കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നായാലും ശരി, CPM-ന്റെ ഭാഗത്ത് നിന്നായാലും ശരി, കോഴിക്കോടിന് കാര്യമായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടായിട്ടില്ല. വിജേഷ് രാഘവേട്ടന് എല്ലാവരോടും വലിയ സ്നേഹമാണ്, അദ്ദേഹം നന്നായിട്ട് ചിരിക്കും. പക്ഷെ അത് പോരാ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നാണ് ഇവിടെ എതിർപക്ഷത്തുള്ള രണ്ടുപേരും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ കണക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ കയ്യിൽ? തീർച്ചയായും. പ്രിയപ്പെട്ട സഹോദരി, എസ്കലേറ്റർ മാത്രമല്ല, ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കിയാൽ നമുക്ക് അവിടുത്തെ പദ്ധതികളും പരിപാടികളും ഒക്കെ കാണാം. തുറമുഖ മേഖലയിൽ, ടൂറിസം മേഖലയിൽ, അങ്ങനെ സമസ്ത മേഖലകളിലും ഓടി നടന്ന് രാഘവേട്ടൻ അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തന പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മാഡത്തിനൊരു ചെറിയ സംശയം, 4 ലക്ഷത്തിൻ്റെ താഴെ പദ്ധതികളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് എന്നാണ്. തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ ഏകദേശം 33 ഗ്രാമപഞ്ചായത്തുകളിലെ 3 മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷനിലെ സാധാരണക്കാരന് ആവശ്യമുള്ള ചെറിയ നടപ്പാതകളും ചെറിയ റോഡുകളും ഉൾപ്പെടെയുള്ള വികസനമാണ് പ്രിയപ്പെട്ട രാഘവേട്ടൻ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ നിൽക്കുന്ന ഈ മാനാഞ്ചിറയിൽ ബഹുമാനപ്പെട്ട രാഘവേട്ടൻ 15 വർഷമായപ്പോൾ പ്രിയപ്പെട്ട അഭിലാഷ് 21 കൊല്ലമായി ജനപ്രതിനിധിയായ ഒരാളാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ മാനാഞ്ചിറയിൽ അവസാനം ഫണ്ട് വിനിയോഗിക്കാൻ, ചെലവഴിക്കാൻ, തീർക്കാൻ വേണ്ടി മാനാഞ്ചിറ വൈഫൈ എന്ന് പറഞ്ഞുകൊണ്ട് 34 ലക്ഷം രൂപ ചെലവാക്കി. ആർട്സ് കോളേജ് വൈഫൈ 15 ലക്ഷം. അങ്ങനെയൊന്നുമല്ല രാഘവേട്ടൻ ചെലവഴിച്ചത്. 2 സഹോദരിമാരാണുള്ളത്. ഞാൻ ഒറ്റ കാര്യം മാത്രം ചോദിക്കുന്നു. സ്ത്രീ സുരക്ഷയൊക്കെ നമ്മുടെ വലിയ ചിന്തയാക്കുമ്പോൾ രാഘവേട്ടൻ്റെ നിലപാടുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട് ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU-വിനകത്ത് ഒരു വനിത പീഡിപ്പിക്കപ്പെട്ടു. അത് പീഡിപ്പിച്ചത് അവരുടെ രാഷ്ട്രീയത്തിലേക്കും പോകുന്ന കുറേ ആളുകളായിരുന്നു. അവരെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം വന്നു. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇറങ്ങി. അപ്പോൾ ആ പെൺകുട്ടിക്ക് നമ്മളെല്ലാം കൂടി സമൂഹം ക്ലീഷേ പേര് കൊടുത്തു, അതിജീവിത. ആ അതിജീവിതയ്ക്ക് അനുകൂലമായി അവിടെ ഒരു നഴ്സിംഗ് സൂപ്രണ്ട് മൊഴി കൊടുത്തു. അവരെ ഇവിടുന്ന് ഇടുക്കിയിലേക്ക് മാറ്റി. അവർ പോയി ഹൈക്കോടതിയിൽ പോയി ഇവിടെ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഓർഡർ വാങ്ങി. ആ ഓർഡറുമായി ഒരാഴ്ച അവർ മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരത്തിലായിരുന്നു. രാഘവേട്ടൻ സമരത്തിന് അനുകൂലമായിരുന്നു, പ്രതിപക്ഷ നേതാവ് അനുകൂലമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി, അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥി, അവരുടെ മനസ്സിലെ എതിർ സ്ഥാനാർത്ഥിയുടെ ആ വിഷയത്തിലെ നിലപാടെന്ത് എന്നറിഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു. ഈ മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എന്നുള്ള രീതിയിലും അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഈ കേരള ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ പോയതാണ് അതിര. കോടതിയിൽ പോയത് അതുമായി ബന്ധപ്പെട്ടുള്ള സസ്പെൻഷൻ അവരോട് കൂടെ നിന്നു എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യാതെ വെറുതെ നമ്മൾ അതിന് അങ്ങനെ മാത്രം പറഞ്ഞു പോകാനും പാടില്ല. അതല്ലല്ലോ ഇവിടുത്തെ വിഷയവും അതല്ല. മാത്രമല്ല, ആ കോടതിക്കകത്ത് ഫയൽ ചെയ്തിട്ടുള്ള അഫിഡവിറ്റും സർക്കാർ കൊടുത്തിട്ടുള്ള അതിനകത്ത് കക്ഷി ചേരുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് ആളുകൾ മനസ്സിലാക്കും. അതിനിങ്ങനെ സങ്കുചിതമായി ചുരുക്കി കൊണ്ടുവരുന്നതിലാണ് എനിക്ക് ആക്ഷേപമുള്ളത്. മാഡം കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നുള്ളത് ഔദാര്യമാണോ? ഈ സ്റ്റേറ്റും നികുതി കൊടുക്കുന്നുണ്ട്, നമ്മുടെ നികുതി വിഹിതം കേന്ദ്രം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എല്ലാ ഇടങ്ങളിലും തുല്യമായി നടത്തുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ, യൂണിയൻ ഗവൺമെന്റിന്റെ ബാധ്യതയല്ലേ? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കുക എന്നുള്ളത് അവകാശമാണ്, അധികാരമാണ്. അതല്ലാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു അർത്ഥത്തിൽ കാണുന്നില്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ശ്രീമതി ആതിര പറഞ്ഞതുപോലെ ഇവിടെ നടപ്പിലാക്കുന്ന പദ്ധതികൾ, കോഴിക്കോടിൻ്റെ വികസനത്തെ പറ്റി അവർ സംസാരിക്കുന്ന സമയത്ത് എസ്കലേറ്ററാണ് പറയുന്നത്, അതല്ലെങ്കിൽ മികച്ച മറ്റു പ്രവർത്തനങ്ങൾ, മെഡിക്കൽ കോളേജിൽ ബ്ലോക്കിൽ വന്നിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളെ പറയുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ള 400 ചില്ലാനും കോടി രൂപയുടെ വികസനത്തെ പറ്റി പറയുന്നു. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ സ്വന്തമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് സംസാരിക്കൂ. ഇവിടെ ശ്രീ വിജേഷ് പറഞ്ഞതുപോലെ ഇന്ന് അതിജീവിത എന്ന പേരിട്ട് വിളിക്കുന്ന ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്കറിയാം, ഇതിനു മുൻപ് കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് ആംബുലൻസിൽ വരെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണിത്. അതുകൂടാതെ ഒരു തീപ്പൊള്ളലേറ്റ യുവതി, ഒരു 8 മാസങ്ങൾക്ക് മുൻപാണ് മെഡിക്കൽ കോളേജിൽ ഒരു തീപ്പൊള്ളലേറ്റിട്ടുള്ള യുവതി അഡ്മിറ്റായിട്ട് ആ യുവതിയെ മെഡിക്കൽ കോളേജിനുള്ളിൽ വെച്ച് ആ ഒരു ICU-നുള്ളിൽ വെച്ചിട്ട് പീഡിപ്പിച്ചിട്ടുള്ള സംഭവമുണ്ട്. ഇതിലൊക്കെ ആരോഗ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരി, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ ശബ്ദമുയർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 2 കാര്യങ്ങൾ. ഒന്ന്, CAA ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് കേരളത്തിൽ വരികയാണ്. ഇടതുപക്ഷം ചോദിക്കുന്നു, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയാണ് CAA കുറിച്ചുള്ള പരാമർശം? എന്താണ് നിങ്ങളുടെ ദേശീയ നേതാക്കൾ പറയുന്നത് എന്നുള്ള ഒന്നാമത്തെ വിഷയം. BJPയുടെ വാഷിംഗ് മെഷീനിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആളുകളുടെ പ്രവാഹമാണ്. അവർ ആ വാഷിംഗ് മെഷീനിൽ കയറി ശുദ്ധരായി തിരിച്ചു വരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത്രയധികം ആളുകൾ പോയി. ഈ BJPയുടെ മൊത്തം സ്ഥാനാർത്ഥികളുടെ 4-1 കേരളത്തിൽ പോലും പല പാർട്ടികളിൽ നിന്ന് പോയവരാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് പോയവരാണ്. അപ്പോൾ ഈ പ്രശ്നം, ഇതിനെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഒന്നാമത്തെ വിഷയത്തിൽ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈ അനിത എന്ന നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ ഭാഗത്താണോ
അല്ലയോ, അതിജീവിതയുടെ ഭാഗത്താണോ അല്ലയോ, പീഡിപ്പിച്ചവരുടെ ഭാഗത്താണോ അല്ലയോ, അതിന് സ്പെസിഫിക് ആയ ഒരു മറുപടി. എം കെ രാഘവൻ MP അന്നു മുതൽ ഇന്നലെ വരെ അവരുടെ സമരത്തിൽ ഒപ്പമായിരുന്നു. അവരെ തിരിച്ചു കയറ്റുന്നത് വരെ എം കെ രാഘവൻ MP ഉണ്ടായിരുന്നു. എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സ്ത്രീകളുള്ള നിലപാട് എന്താണ്? നമ്പർ 1 അതിന്റെ മറുപടി കിട്ടണം. ചോദിച്ചു CA നിലപാടിൽ ഞാൻ 2019 ഈ CA സമരവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ കോൺഗ്രസ് നടത്തിയ ഒരു സമരം ഉണ്ടായിരുന്നു. ശശി തരൂർ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. ആ സമരം കഴിഞ്ഞ ഉടനെ ചെറിയ ഗേറ്റിന് ഒരു ചെറിയ ഇളക്കം പറ്റി. ഞങ്ങളെ വട്ടമിട്ട് മർദ്ദിച്ചു. ഞങ്ങൾ അടി കിട്ടിയ സമയത്ത് നോക്കി CRPF ആണോ അടിക്കുന്നതെന്ന്. അല്ല, BSF ആണോ? അല്ല, കേരള പോലീസായിരുന്നു. 57 പേരെ പിടിച്ച് കൊണ്ടുപോയി കസബ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സാധാരണ ഒരു കേസ് കഴിഞ്ഞാൽ ഒരു 4-5 ആളുടെ പേര് കേസെടുത്ത് അങ്ങ് വിടും. പക്ഷേ കേസ് വിട്ടില്ല. രാത്രി 11 മണിക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാത്രി 2 മണിക്ക് കോടതിയിൽ കൊണ്ടുപോയി. ഞങ്ങൾ 57 പേരെ 2000 ചില്ലാൻ രൂപയുടെ ഗേറ്റ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് 4 ദിവസം ജയിലിലടച്ചു. മജിസ്ട്രേറ്റ് ചോദിച്ചു, 2000 രൂപയ്ക്ക് 57 പേരെ ജയിലിലടച്ചാൽ അവരുടെ ചെലവിൻ്റെ പൈസ പോലും ഒക്കില്ലല്ലോ എന്ന് 4 തവണ. പിന്നെ കേസ് പിൻവലിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഞങ്ങളൊക്കെ കാത്തുനിന്നു. പക്ഷേ 2.5 കൊല്ലം CJM കോടതിയിൽ കേസ് നടത്തി. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ വിചാരിച്ചു എന്താ പിണറായി വിജയൻ്റെ പോലീസ് കസബ CIയും SIയും നടക്കാവ് SI ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് അനുകൂലമായി മൊഴി പറയുമെന്ന്. ഓരോ ചോദ്യം പ്രിയപ്പെട്ട ആതിരയെ പോലെ വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ, T സിദ്ദിഖ് MLA ഉൾപ്പെടെ, പ്രവീൺ കുമാർ PMDS, ഞാൻ ഉൾപ്പെടെ 57 പേർ, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ വന്ന് ചോദിച്ച സമയത്ത് സാറേ പോസ്റ്റ് ഓഫീസ് കേന്ദ്ര ജീവനക്കാർ, പക്ഷെ നടക്കാവ് പോലീസ് പറയുന്നു ഇത് T സിദ്ദിഖ് അയാളാണ് ചെയ്തത്. അപ്പുറം പറയുന്നു ഇത് വിദ്യാ ബാലകൃഷ്ണൻ, എനിക്കറിയാം. ഓരോരുത്തരെയും തിരിച്ചറിയുന്നു. അവസാനം മജിസ്ട്രേറ്റ് ചോദിച്ചു, ഈ 57 ആൾ കൂടി ആ ഗേറ്റ് തകർത്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 2.5 കൊല്ലം കേസ് നടത്തിയതിനു ശേഷമാണ് ആ കേസ് തള്ളിപ്പോയത്. എന്താണ് 855 കേസുകൾ പൗരത്വ നിയമസമയത്ത് എടുത്തതിൽ ഒരു ചെറിയ കേസ് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനമാഷ പേരിലുണ്ടോ? ബഹുമാനപ്പെട്ട സഹോദരി ആതിരയുടെ പേരിലുണ്ടോ? ഇവിടെയുള്ള സ്ഥാനാർത്ഥിയുടെ പേരിലുണ്ടോ? ഞങ്ങളെ 855 യൂത്ത് ലീഗ് മാത്രം 8 ലക്ഷം രൂപ ഫൈൻ അടച്ചു. ഇങ്ങനെ ഒരു ഭാഗത്ത് BJPയോടൊപ്പം ചേർന്ന് പൗരത്വ സമരത്തെ തല്ലിച്ചതയ്ക്കുക, മറുഭാഗത്ത് ഞങ്ങളില്ല എന്ന് പറയുക. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യോത്തരം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആർട്ടിക്കിൾ 15 മുതൽ 19 വരെ സംരക്ഷിക്കും. ഇത് ഒരു വോട്ട് ക്യാച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു. അതിനപ്പുറത്ത് ആത്മാർത്ഥതയില്ല. പൗരത്വ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയുള്ള കേസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിൻവലിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ പിൻവലിച്ചില്ല, ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ഉന്നയിക്കപ്പെട്ട മെഡിക്കൽ കോളേജ് പീഡന വിഷയവും മെഡിക്കൽ കോളേജ് പീഡന വിഷയം എന്നല്ല, എല്ലാ വിഷയത്തിനകത്തും സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. പീഡിത വനിതയോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്, അതിജീവിതയോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഇവിടെ UDF ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഉത്സാഹം ആ വിഷയം പറയുന്ന സമയത്ത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. പക്ഷേ ഗുജറാത്തിൽ ബിൽക്കിസ് ബാനു കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട മുഴുവൻ പ്രതികളെയും വിട്ടയക്കുന്നതിന് വേണ്ടിയുള്ള ഒപ്പിടുന്ന സമയത്ത് BJPയുടെ ജനപ്രതിനിധികൾക്ക് ഒരു കയ്യറപ്പും ഉണ്ടായിരുന്നില്ല. കൊന്നത് ഒരുപാട് മനുഷ്യരെയാണ്, പീഡിപ്പിച്ചത് ഒരുപാട് സ്ത്രീകളെയാണ്, 8 കുട്ടികളെയാണ് കൊന്നത്. ആ കേസിൽ മുഴുവൻ കോടതികളും ശിക്ഷിച്ച ഒരാളെ പുറത്തേക്ക് വിടുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. അവസാനം സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു ഈ കൊടും ക്രിമിനലുകളെ വീണ്ടും പിടിച്ച് ജയിലിനകത്ത് ഇടണമെന്ന്. ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞു, 2000 മുതൽ നശിച്ചതിനെ കുറിച്ച് പറഞ്ഞു. പബ്ലിക് മുതൽ നശിച്ചു കഴിഞ്ഞാൽ അത് വേറെ വകുപ്പാണ് പോലീസ് അതിനകത്ത് ചാർജ് ചെയ്യുന്നത്. CA വിരുദ്ധ സമരത്തിൽ വിഡ്രോ ചെയ്ത കേസുകളുടെ ലിസ്റ്റ് എത്രയോ നാൾ മുമ്പ് തന്നെ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് UDFൻ്റെ ജനപ്രതിനിധി കേരള നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ഈ പറയും വിധം CAയെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് മറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തുല്യതയെക്കുറിച്ച് പറയുന്നതിന് എന്തുകൊണ്ടാണിത് സുതാര്യമായി പറയുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? ഈ രാജ്യത്തെ പൗരത്വത്തെ മതാധിഷ്ഠിതമായി വിലയിരുത്താൻ വേണ്ടി നിശ്ചയിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാലത്ത് ഈ നിയമത്തിനെതിരായി പറയുന്നതിന് എന്ത് തടസ്സമാണ്? നോട്ടിഫിക്കേഷൻ പാർലമെൻറ്റിനകത്ത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിനോട് അടുപ്പിച്ച് കൊണ്ടുവന്ന സമയത്ത് അതിനെതിരായിട്ട് വളരെ കൃത്യമായ നിലപാട് ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ട്, സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. അന്ന് മല്ലികാർജ്ജുന ഖാർഗെയോട് ചോദിച്ച സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് നാളെ പറയാമെന്ന് പറഞ്ഞു. ആ നാളെ ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ. ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ഇന്ത്യയുടെ ലോകസഭയ്ക്കകത്ത് അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ, നമ്മൾ അംഗീകരിക്കാം. ആ സമരമുഖത്തേക്ക് ഇവരെയും വിളിച്ചല്ലോ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി. CA വിരുദ്ധ സമരമുഖത്ത് കോൺഗ്രസ്സുകാർ വരണം, UDFും വരണം എന്ന് പറഞ്ഞല്ലോ. എന്ത് നിലപാടാണ് എടുത്തത്? കേരളയിൽ വിരുദ്ധ സമരത്തിന് BJPയുടെ തോളിൽ കൈയിടാൻ ഒരു മടി ഉണ്ടായിട്ടില്ലല്ലോ. എന്താ CA വിരുദ്ധ സമരത്തിൽ വന്നിട്ട് മടിച്ചു പറയണ്ടേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചോദ്യം ചോദിച്ച സമയത്ത് ബിൽക്കീസ് ബാനുവിലേക്ക് അല്ല പോണ്ടത്. എന്താണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? അനിത എന്ന നഴ്സിംഗ് സൂപ്രണ്ടാണ് കേസിൽ
അറസ്റ്റ് പോയത്. അനിത എന്ന ദേശീയ സൂപ്രണ്ടാണ് കേസ്, UDF അല്ല. ആ സ്ത്രീ ഹൈക്കോടതി ഉത്തരവുമായി വന്ന് കോഴിക്കോട് 5 ദിവസം സമരം ഇരുന്നപ്പോൾ എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട്? അത് മാത്രം അറിഞ്ഞാൽ മതി. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നാലാൾ വന്ന് കൈയടിക്കല്ല, നിലപാടാ വേണ്ടത്. നിലപാട് നിങ്ങൾ പറ. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, CAA ഉണ്ട്, ഇലക്ട്രൽ ബോണ്ട്, വളരെ സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഉയർത്തുമ്പോൾ നിങ്ങൾ വോട്ട് തേടി ചെല്ലുമ്പോൾ വോട്ടർമാരുടെ മുഖത്ത് നോക്കി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പറ്റുമോ BJPക്ക്? തീർച്ചയായിട്ടും പറ്റും. ഇവിടെ നേരത്തെ പറഞ്ഞു ഇലക്ഷൻ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുകൊണ്ട് CAA പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പ്രാബല്യത്തിൽ വന്നു. കാരണം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഉള്ളതായിരുന്നു. 370 നീക്കം ചെയ്യുമെന്നുള്ളത് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ CAA അത് പ്രാബല്യത്തിൽ വരുമെന്നുള്ളത് മാനിഫെസ്റ്റോയിൽ ഉള്ളതാണ്. അത് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഇലക്ഷന്റെ പ്രഖ്യാപനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് പ്രാവർത്തികമാക്കേണ്ടതാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആളുകളുടെ അടുത്തേക്കും വോട്ട് തേടി ഞങ്ങൾ പോകുന്നത്. ഒരൊറ്റ കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. വളരെ സന്തോഷം, ഗുജറാത്തിൽ മുൻപ് നടന്നിരുന്ന പീഡനങ്ങളൊക്കെ എൻ്റെ സഹോദരി അറിഞ്ഞിട്ടുണ്ട്. വാളയാറിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ മൃഗീയമായി പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണിത്. ആ സംസ്ഥാനത്ത് ഇവർ തന്നെയാണ് ഭരിക്കുന്നത്. അവർ ഭരിക്കുന്ന ഈ ഒരു സംസ്ഥാനത്തിൻ്റെ കഥ എന്താണ്? അവിടെ കുറ്റവാളിയായിരുന്ന അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയെ അവരെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തെളിവുകളില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുറന്നു വിട്ടതാണ് ഈ പൊതുജന മധ്യത്തിലേക്ക്. അതല്ലാതെ എന്ത് നടപടിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക്, ഉത്തരേന്ത്യയിലേക്ക് ഏന്തി നോക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെയുള്ള ജഡ്ജ്മെന്റ്. വി ആർ നോട്ട് ബോതേഡ് അബൌട്ട് ദാറ്റ്. അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. നമ്മൾ ഇവിടെ എന്ത് നിലപാടെടുത്തു? നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ 2 പെൺകുട്ടികളെ ന്യായീകരിക്കരുത് സഹോദരി. ഞാൻ സംസാരിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുള്ള പീഡനം, അത് ഈ സംസ്ഥാനത്തിലുള്ള വിഷയം സംസാരിച്ചതിന് ശേഷം നമുക്ക് അടുത്ത സംസ്ഥാനത്തിലേക്ക് പോകാം. ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെട്ടിട്ടില്ല. എനിക്ക് എന്റെ സമയത്തിന് സംസാരിക്കാനുള്ള അനുവാദം തരണം. അതുകൊണ്ട് സ്വന്തം സംസ്ഥാനത്തിലെ വിഷയങ്ങൾ, അത് അറ്റ്ലീസ്റ്റ് ഭരിക്കുന്ന സമയത്തെങ്കിലും, പ്രതിപക്ഷമായിരിക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, കേന്ദ്ര ദേശീയ നേതൃത്വം നോക്കുന്ന സമയത്ത് അവർ വട്ടപൂജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ത്രിപുരയിൽ ഉണ്ടായിരുന്നു, അത് മാങ്ങി. ഇനിയിപ്പോൾ ആകെ അവശേഷിക്കുന്ന ഒരു കനൽ കേരളത്തിൽ മാത്രമുള്ളത്, അതും മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഭരണം നിലനിർത്തുന്ന പ്രദേശത്തിലെങ്കിലും അവിടെയെങ്കിലും ഒരു സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ വാക്കിനെങ്കിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അതല്ല, പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിലപാട് വ്യക്തമാക്കണം. അതല്ലാതെ കുറ്റവാളികൾക്കൊപ്പം നിൽക്കുന്ന ഈ മനസ്സ്, ആ മനസ്സ് മാറ്റിക്കൊണ്ട് വേണം നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മനസ്സ് എന്നൊക്കെ വളരെ ഡിഫാമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ വാളയാറിൽ വിധി വന്ന സമയത്ത് തൊട്ടടുത്ത ദിവസം അപ്പീൽ ഫയൽ ചെയ്തു. ഒരു കേസിൽ പോലും സർക്കാർ അപ്പീൽ പോവാതിരുന്നിട്ടില്ല. ഒരു കേസ് വിടാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവും. ആ പല കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതല്ലാതെ അതിനു മുമ്പ് ആളുകളെ കൊല്ലുക, സാക്ഷികളെ കൊല്ലുക, കുട്ടികളെ നാവർക്കുക, നടുവൊടിക്കുക, ഈ രീതിയിലുള്ള ഒന്നും കേരളത്തിനകത്ത് സംഭവിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ 543 പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട്. ഈ 543 പാർലമെന്റ് മണ്ഡലങ്ങളിൽ BJPയും CPMഉം ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും? ഈ മണ്ഡലത്തിൽ BJPയും CPM ഏറ്റുമുട്ടുന്നുണ്ടല്ലോ. എന്തിനാണ് രാഹുൽ ഗാന്ധി ഇത്ര വലിയ, നിങ്ങളുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇത്രയധികം BJP മണ്ഡലങ്ങളുള്ള നിങ്ങൾക്കുള്ള അടുത്തുനിന്ന് അവിടെയൊന്നും BJPയോട് മത്സരിക്കാതെ ആനി രാജയോട് മത്സരിക്കാൻ ഓരോ ഉളുപ്പില്ലാത്തവരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് പറയാ, ചോദ്യം ചോദിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? പോയിട്ട് ആനി രാജയോട് മത്സരിക്കാൻ ഉളുപ്പില്ല. അവിടെ BJPയോട് മത്സരിക്കാൻ നിങ്ങൾക്ക് തന്നേടൂല. പോയി BJPയിലോട്ട് പോയി മത്സരിക്കണോ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധിക്ക് നട്ടല്ലുണ്ടെങ്കിൽ BJPയിലോട്ട് പോയി മത്സരിക്കാൻ. മത്സരത്തിന്റെ ആളാവല്ലേ രാഹുൽ ഗാന്ധിന്റെ ആളുകൾ ഇവിടെ വന്ന ആളാവല്ലോ കേട്ടോ. രാജ്യസഭയിലല്ല, അമേഠിയിൽ കൊണ്ടുപോയി നിർത്താദ്യം. സോണിയാഗാന്ധിന്റെ രാജ്യസഭയിൽ നിർത്തുന്നു. രാഹുൽ ഗാന്ധി ഏറ്റവും സേഫായ BJPന്റെ തുണ്ടം പോലും ഇല്ലാത്ത സ്ഥലത്ത് മത്സരിക്കുന്നു. അടുത്ത ചോദ്യം. നമ്മുടെ ഈ രാജ്യം ഇനി ഇതുവരെ പോയ രൂപത്തിൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ദേശീയ പൗരത്വ നിയമത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് ഈ പൊതുസമൂഹത്തോട് തീർച്ചയായിട്ടും കോൺഗ്രസ് പറയേണ്ടതുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ CAA നിയമം റദ്ദാക്കും. അതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട്. പൊതു മിനിമം പരിപാടിക്കകത്ത് അത് പറഞ്ഞിട്ടുമില്ല. ശരി,
പൊതു മിനിമം പരിപാടി എപ്പോഴാ സഹോദരി വരിക? അത് വലിയ കാര്യത്തിൽ പ്രകടന പത്രിക പൊതു മിനിമം പരിപാടി നിങ്ങളെങ്കിലും പറഞ്ഞല്ലോ, അതിന് നമുക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഇവിടെ ഈ മൈക്കിന് മുന്നിലെങ്കിൽ അത് പറഞ്ഞല്ലോ. മല്ലികാർജ്ജുന ഖാർഗെ പറയാത്തത് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഞാൻ എവിഡൻസ് തരാന്നേ. ആരോ പറഞ്ഞു കേട്ട് പറയല്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞ അഭിപ്രായം ഈ ഇതിനകത്തുണ്ട്. അഭിലാഷ് പരിശോധിക്കും, ഞാൻ കാണിച്ചു തരാം. 1 രൂപയുടെ വികസനം ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജിൽ നടത്തിയിട്ടുണ്ടോ എന്ന് തിട്ടപ്പെടുത്തി പറയണം. ആരാണ് നടത്തിയിട്ടുള്ളതെന്നും പറയണം. അല്ലാതെ വെറുതെ 300 കോടി അറിയത്. ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ്, എനിക്കറിയാം അവിടെ ആരാണ് വികസനം നടത്തി. പിന്നെ അതിജീവിതയുടെ കാര്യം പറഞ്ഞു. ആ കുട്ടി എൻ്റെ സുഹൃത്താണ്. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാരും മന്ത്രിയും. അതിജീവിതയെ വെച്ച് മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. അതിജീവിതയെ വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചു. മുതലെടുക്കാനാണെങ്കിൽ അതിനുള്ള അവസരം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണോ? എങ്ങനെയാണ് ഒരു സ്റ്റാഫിന് കോടതിയിൽ പോയി അവരുടെ സ്ഥലം മാറ്റ ഉത്തരവ് മാറ്റി തിരിച്ചിവിടേക്ക് വരേണ്ടി വന്നത്? എന്നിട്ട് അവർക്ക് ജോലിയിൽ പ്രവേശനത്തിന് അനുമതി മനസ്സിലാക്കണം. 18ഓളം വേക്കൻസി വരണം. ഒരു വേക്കൻസി അവിടെ വരണം. അതിജീവിത അവിടെ ജോയിൻ ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ, ഈ സ്റ്റാഫ് അവിടെ ജോയിൻ ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ അതിജീവിത അവർക്ക് പിന്തുണയായിട്ടാണ് എത്തിയത്. സർക്കാർ ആ അതിജീവിതക്കൊപ്പമാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഉണ്ടാവോ? സർക്കാർ അത് പഠിക്കുകയും 3ാമത്തെ ദിവസം ഇവിടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുകയും ചെയ്തില്ലേ? അത് പഠിച്ചതിന് ശേഷം അത് കേരളം മുഴുവൻ ഈ വിഷയം ചർച്ചയായിട്ട് വലിയ ജനവികാരം ഉണ്ടായപ്പോഴല്ലേ? എന്താറിയോ, ഇത് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അതിജീവിതയ്ക്കൊപ്പാണ് സർക്കാർ. കത്തുവയിലെ പ്രശ്നം, കത്തുവയിലെ പെൺകുട്ടിയാണ്, 9 വയസ്സായ പെൺകുട്ടിയാണ്. ബൽക്കീസ് ബാനു 21 വയസ്സുകാരിയായിരുന്നു. 5 മാസം ഗർഭിണിയായിരുന്നു ബൽക്കീസ് ബാനു. പാലക്കാട് നടന്ന കേസിൽ ഗവൺമെന്റ് അപ്പീൽ പോയത് ഹൈക്കോടതിയിൽ. പ്രതികളെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ 2ാമത് ഗവൺമെന്റ് അല്ലേ അപ്പീൽ പോയത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പാക്കാതെ ഉത്തരേന്ത്യയിലേക്ക് കൈയിടരുത് എന്ന് പറയുമ്പോൾ ആദ്യം മൂക്കിന് താഴെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിലേക്ക് കൈയിടുന്നത്. അഭിലാഷ്, ഒരു കാര്യം ചോദിക്കാൻ, ഇവിടുത്തെ ചർച്ച എന്താ? തെരഞ്ഞെടുപ്പല്ലേ? അതിലേക്ക് മറ്റു വിഷയങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ജോലി ചെയ്ത ആളാണ്, അവരുടെ സുഹൃത്താണ് ആ സഹോദരി. അവരും സർക്കാരും ആ സഹോദരിക്ക് ഒപ്പമാണ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ആ സഹോദരിക്ക് ഫീൽ ചെയ്യുക? എന്തുകൊണ്ട് ഇന്നലെ അനിതയുടെ സമരപന്തലിൽ ആ സ്ത്രീ വന്നു? എന്താണ് ആ സ്ത്രീയുടെ അനിത എന്ന്? നിങ്ങൾ അവിടെ ജോലി ചെയ്ത ഒരാളല്ലേ? ആ അനിത എന്ന് പറഞ്ഞ ആൾക്ക് ഹൈക്കോടതിയിൽ നിന്ന്, വക്കീലാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, ഹൈക്കോടതിയിൽ നിന്നൊരു വിധി കിട്ടിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട ബാധ്യത കേരള ഗവൺമെന്റിനും മെഡിക്കൽ കോളേജിനും ഇല്ലേ? എന്തുകൊണ്ട് ഇന്നലെ വൈകുന്നേരം സമരം രൂക്ഷമായ സമയത്ത് കോടതി അലക്ഷ്യ കേസ് കൊടുത്തപ്പോൾ എങ്ങനെ സർക്കാർ ഇന്നലെ രാത്രി 8 മണിക്ക്, ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഉത്തരവിട്ടു? അതൊന്ന് പറഞ്ഞു തന്നാൽ മതി, വൈകാരികമായി പറയണ്ട. എന്റെ ചോദ്യം, ഇന്നലെ വൈകുന്നേരം ഏത് റിവ്യൂ പെറ്റീഷനാണ്? എന്റെ ചോദ്യം, ഇന്നലെ വൈകുന്നേരം രാത്രി 8 മണിക്ക് ഏത് റിവ്യൂ പെറ്റീഷനാണ് വന്നിരിക്കുന്നത്? ഇന്നലെ മുട്ടുമടക്കി ഗവൺമെന്റ് സമരത്തിന് മുട്ടുമടക്കി എന്ന് പറയാനുള്ള മനസ്സ് കാണിക്കും സഹോദരി. നിങ്ങൾ നിൽക്കേണ്ടത് ഈ നാട്ടിലെ സഹോദരിമാർക്കൊപ്പമാവണം. നിങ്ങളുടെ തലയിൽ സ്വരൂപിച്ചെടുത്ത പ്രത്യയശാസ്ത്രത്തിലായിരിക്കരുത് നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത്, നിങ്ങൾ ഒപ്പം നിൽക്കേണ്ടത് ഈ നാട്ടിലെ സഹോദരി. അതാണ് എന്റെ നിലപാട്. അതാണ് MK രാഘവൻ ചെയ്തത്. അതാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചെയ്യാത്തത്. പറയാനുള്ളത്, ഗവൺമെന്റ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. ഗവൺമെന്റിന്റെ റിവ്യൂ പെറ്റീഷന്റെ മറുപടി പ്രിൻസിപ്പൾക്ക് വരണം. എന്നാലേ പ്രിൻസിപ്പൽ ജോയിൻ ചെയ്യിക്കാൻ പറ്റൂ. അത് ഇന്നലെ വൈകുന്നേരമാണ് വന്നത്. ജോയിൻ ചെയ്യിച്ചു. വെറുതെ വായ തോന്നിയത് പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കുന്നു. ഒരു വിഭാഗത്തിന് നിങ്ങൾ എന്തുകൊണ്ട് മാറ്റുന്നു? മുസ്ലിം വിഭാഗത്തിന് എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? 2ാമത്തെ ചോദ്യം, ഇവിടെ സഹോദരി വാചാലയായി ഞാൻ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തൃശ്ശൂർ വന്നപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി അതിവാചാലമായി സംസാരിച്ചത് ഞാൻ കേട്ടു. സഹോദരി, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മണിപ്പൂരിലെ സ്ത്രീകൾ ഈ റോഡിലൂടെ പൂർണ്ണനഗ്നരായി വലിച്ചിഴക്കപ്പെട്ടപ്പോൾ ഈ നരേന്ദ്രമോദി എവിടെയായിരുന്നു? BJPയുടെ നിലപാട് എന്തായിരുന്നു? എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്ന് കോൺഗ്രസ്സുകാരനോട്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ നമ്മുടെ ലീഗിന്റെ കൊടി എവിടെ പോയി? അതെവിടെ ഒളിപ്പിച്ചു? ഞാൻ ആദ്യമേ പറഞ്ഞു, ആ രാജ്യങ്ങളിൽ 3 മുസ്ലിം രാജ്യങ്ങളിൽ അത് പ്രഖ്യാപിച്ചതാണ്. മുസ്ലിം രാജ്യങ്ങളായിട്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണ്. ബംഗ്ലാദേശ് മുസ്ലിം രാഷ്ട്രമാണ്. ബംഗ്ലാദേശ് ജനാധിപത്യം നിലനിൽക്കുന്ന രാഷ്ട്രമാണ്. ആയിക്കോട്ടെ, അവിടെ ആരാണ് ഭൂരിപക്ഷം? അവിടെ ഭൂരിപക്ഷം ആരാണ്?
അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. ഇവിടെ ഇന്ത്യയിൽ ആരെ ഭൂരിപക്ഷം? ഇന്ത്യയിൽ ആരെ ഭൂരിപക്ഷം? ഹിന്ദു അല്ലേ? ഇത് ഹിന്ദു രാഷ്ട്രമാണോ? അതൊന്നും പറയല്ലേ. ബംഗ്ലാദേശ് പ്രഖ്യാപിച്ചിട്ടില്ല. ബംഗ്ലാദേശ് ജനാധിപത്യ രാജ്യമാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ബംഗ്ലാദേശ് ജനാധിപത്യ രാജ്യമാണ്. ആ 3 രാജ്യങ്ങളിലും ന്യൂനപക്ഷ പീഡനം അനുഭവിക്കുന്ന ആളുകൾ അത് തിരിച്ച് ഭാരതത്തിലേക്ക് വരുന്ന സമയത്ത് അവരും അവിടെ പെട്ടുപോയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിന്റെ വിഭജന കാലഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ഒരു വിഭജനം വന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ന്യൂനപക്ഷങ്ങൾ പെട്ടുപോയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ തിരിച്ചു ഭാരതത്തിലേക്ക് തന്നെ വരുന്ന സമയത്ത് അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പരിഗണന കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഭരിക്കുന്ന അസാമിലെ സമരം എന്തുകൊണ്ടാ? നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ മറുപടി കേൾക്കുന്നതിന് മുൻപ് ആസാമിൽ പോയാൽ എങ്ങനെ ശരിയാവുന്നു? ഇതിന്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കട്ടെ. ഇന്ത്യ രാജ്യത്തല്ലേ ആസാം? ഇതിന്റെ ഒരു കാര്യം ചോദിച്ചു, CAA അതിൽ ജാതി മതവും കൊണ്ടുവന്നത് കൊണ്ട് അതിന്റെ ഒരു മറുപടി പറയാതെ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാത്രം ഒതുങ്ങി പോകണ്ടെന്നുള്ള തരത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവിടെ വലിയ കൈയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആ തരത്തില് ന്യൂനപക്ഷ പീഡനം അനുഭവിക്കുന്ന ആളുകള് മടങ്ങി വരുന്ന സമയത്ത് പൗരത്വം കൊടുക്കുന്ന ഒരു ബില്ലാണ്. അതല്ലാതെ മുൻപുണ്ടായിരുന്ന അതേ തരത്തിൽ മുസ്ലിംസിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ പൗരത്വം നിലനിർത്തി പോരുന്ന ഒരു ബില്ല് കൂടിയുണ്ട്. അമെന്റ്മെന്റ് വായിക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കത്വയിൽ നടന്നിട്ടുള്ള സംഭവത്തിന്റെ മേൽ അന്വേഷണം നടക്കണം. അവിടെ കുറ്റവാളികളെ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് വാളയാറിലുള്ള പെൺകുട്ടിയെ സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കുന്നില്ല? സ്വന്തം മൂക്കിന് താഴെയുള്ള ഞാൻ അവരോടാണ് പറയുന്നത്. നിങ്ങളുടെ അപ്പീൽ ഫയൽ ചെയ്ത് സർക്കാർ അഭിഭാഷകർ തന്നെയാണ്. അതുകൊണ്ട് മൂക്കിന് താഴെയുള്ള വിഷയങ്ങൾക്ക് കിട്ടിയതിന് ശേഷം എങ്ങനെ തോൽക്കുക? നിങ്ങളൊന്ന് വക്കീൽ പറഞ്ഞേ. നിങ്ങൾ 3 പ്രാവശ്യം അപ്പീൽ പോയല്ല. കേരള പോലീസ് അന്വേഷിച്ച് DYFI പ്രവർത്തകനായ അർജുനനെ രക്ഷിക്കാൻ ആവശ്യമായ പണിയെടുത്തു. എന്നിട്ട് നിങ്ങൾ അപ്പീൽ പോയി എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. 3 പ്രാവശ്യം വണ്ടിപ്പെരിയാറിലെ പ്രതി, വാളയാറിലെ പ്രതി മധു, വണ്ടിപ്പെരിയാറിലെ അർജുൻ CPM പ്രവർത്തകരായിരുന്നോ? ചോദ്യം. CPM ഒരു ജനകീയ പ്രസ്ഥാനമാണ്. അതിനകത്ത് പല രീതിയിലുള്ള പ്രവർത്തകരുണ്ട്. അതിൽ അംഗങ്ങളായിട്ട് വരുന്ന ആളുകൾ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാനും അവർക്ക് നടപടി എടുക്കാനുള്ള ഇച്ഛാശക്തിയുള്ള പ്രസ്ഥാനമാണ് CPM. വരാത്ത പാർട്ടിയല്ല. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. 75 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ തവണ ഈ തോമസ് ഐസക് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 260 രൂപയാണ് 1 കിലോ ചിക്കൻ്റെ വില. അത് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ പത്തനംതിട്ട നിങ്ങൾ മത്സരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 2006 മുതൽ 11 വരെ ഒരു മിനിറ്റ് കെ ഫോൺ എവിടെ വന്ന് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. 2006 മുതൽ 2011 വരെ വ്യവസായ മന്ത്രിയായിരുന്ന ആളാണ് ഈ എളവരം കരീം. എന്ത് വികസനമാണ് നമ്മുടെ ഈ ഇവിടെ തിരുവണ്ണൂർ കോട്ടൺ മില്ല് പൂട്ടിയിട്ടുണ്ടായിരുന്നോ എന്നുള്ള സുഹൃത്തിന് അറിയോ? ഇവിടെ കേരള സോപ്സ് ആൻഡ് ഓയിൽസ് പൂട്ടിയിട്ടിരുന്നോ എന്നുള്ള അറിയോ? നിങ്ങളെ ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് പൂട്ടിയിട്ട കേരള സോപ്സും നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പൂട്ടിയിട്ടിട്ടുള്ള ഈ പറയുന്ന തിരുവണ്ണൂർ കോട്ടൺ മിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചത് ഈ കേരളത്തിനകത്തെ വ്യവസായ മന്ത്രിയായിട്ട് സഖാവ് എളമരം കരീം ഇരുന്ന സമയത്താണ്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല്ലേ? അങ്ങനെയാണെങ്കിൽ ഗോളിയോ റയോൺസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗോളിയോ റയോൺസിനെ പറ്റി കൂടെ ഒന്ന് സംസാരിക്കുന്നത് നല്ലതാണ്. എളമരം കരീം ചുവപ്പ് നാട കെട്ടി പൂട്ടി സമരം ചെയ്ത് പൂട്ടിയിട്ടുള്ള ഗോളിയോ റയോൺസിനെ കുറിച്ച് കൂടെ ഒന്ന് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കണം. കോൺഗ്രസിന്റെ പ്രതി BJP ഇവിടെ വിലക്ക് വാങ്ങിയാണ് നിങ്ങളെ കൊണ്ടുപോണത്. കേരളത്തിന്റെ അകത്തു BJP വിലക്ക് വാങ്ങിയാണ് നിങ്ങളെ കൊണ്ടുപോണത്. നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ അതിന് നിങ്ങൾ പോവാണ്. ഇവിടെ കേരളത്തിന്റെ അകത്ത് നിങ്ങളെ മുഖ്യമന്ത്രിയുടെ മോളാണ്, കരുണാകരന്റെ മോനാണ് കോൺഗ്രസിലേക്ക് പത്മരാജൻ ആള് പോയത്. ഇത് എന്തുകൊണ്ടാണ് പോയത്? തെളിയിക്കണം. സുഹൃത്തെ ഒന്ന് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനുണ്ടായിരുന്ന ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് പാർട്ടികളിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളുടെ അത് CPM-ലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഫിലോസഫി, തത്വശാസ്ത്രം,
ഒരു സ്ഥലത്തുനിന്നും പോയിട്ടില്ല. ബംഗാളിനെ പോലെ ത്രിപുരയെ പോലെ അവിടുത്തെ പാർട്ടി ഓഫീസുകളും അവിടുത്തെ പ്രവർത്തകരെയും കൂട്ടമായി BJP കൊടുത്ത ഇടപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല. അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ ആതിരയ്ക്ക് മറുപടി ഞാൻ പറയാം. ആതിരയ്ക്ക് മറുപടി. ആഗസ്റ്റ് മാസം കോൺഗ്രസ്, സെപ്റ്റംബർ മാസം ജയിക്കുന്ന സമയത്ത് പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശ്, അത് കഴിഞ്ഞ് ഡിസംബർ ആകുമ്പോൾ എല്ലാവരും BJP. അരുണാചൽ പ്രദേശ് ആവർത്തിക്കില്ല എന്തോ ഉറപ്പാണ്. അരുണാചൽ പ്രദേശ് ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ല. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തോ ഉറപ്പാണത്. നേതാക്കൾ സംസാരിക്കും. ഓക്കെ, പറയൂ, എന്തായിരുന്നു ഇവര് പറയട്ടെ. പറയൂ നിജേഷ്, പറയൂ, എന്താ പ്രശ്നം? എന്താ പ്രേമ ഗണ്ഡു പോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രേമ ഗണ്ഡുവിനെതിരെ BJPയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കെതിരെ നാരദ ചിട്ടി ഫണ്ട്, ഇപ്പുറത്ത് അശോക് ചവാനെതിരെ BJP തന്നെ സമരം ചെയ്ത നമ്മുടെ ആദർശ് ഫ്ലാറ്റ് കുംഭകോണം, പ്രേമ ഗണ്ഡുവിനെതിരെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1000 കോടി രൂപയുടെ അഴിമതി, പ്രിയ ചാവ്ലെ ശിവസേന MP-ക്കെതിരെ 150 കോടി രൂപയുടെ അഴിമതി, അജിത് പവാറിനെതിരെ 1500 കോടി രൂപയുടെ അഴിമതി, അതിനുശേഷം പോയ നമ്മുടെ സുവേന്ദു അധികാരിക്കെതിരെ ശാരദാ ചിട്ടി ഫണ്ടിന്റെ അഴിമതി. ഇങ്ങനെ ഒരുപാട് അഴിമതി കേസുകൾ ഉള്ള സമയത്ത് അവരെ സംരക്ഷിക്കാമെന്ന് BJP പറഞ്ഞു. അങ്ങോട്ട് പോയി ആതിര, ഞാനും സീതാറാം യെച്ചൂരിയും അവർ നമ്മൾക്ക് വേണ്ട, അഴിമതിക്കാരെ വേണ്ട എന്ന നിലപാടിലാണ്. BJP ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് സംഭരിച്ച കോടിക്കണക്കിന് രൂപ കൊണ്ട് BJP ഇന്ത്യയുടെ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നേതാവും എൻ്റെ നേതാവും കൈ കോർത്തുപിടിച്ച് രാംലീല മൈതാനിയിൽ പ്രകടനം നടത്തിയത്. ആ തത്വത്തിന് എതിരായ നിലപാട് ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കരുത്. ഇത് നമ്മുടെ ഈ പരിപാടിയുടെ ടൈറ്റിൽ നമ്മുടെ ചിഹ്നം എന്നാണ്. ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയാണ് ഈ മത്സരം എന്ന് പറയുന്നത് പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത്രയും ആ രീതിയിലുള്ള ആത്മവിശ്വാസ കുറവ് പ്രകടമല്ലേ CPIM ഇടതുപക്ഷത്തിന്. നമുക്ക് എല്ലാവർക്കും പറയാൻ അവസരം തരാം. നല്ല നിലയിൽ ചർച്ച നടത്തി പോകേണ്ടതാണ്. നിങ്ങൾ മറുപടി പറയാം. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പരസ്പരം സംസാരിക്കണ്ട. ഇവിടെ സംസാരിക്കാൻ ശേഷിയുള്ള ആളുകളല്ലേ നേതാക്കള്, അവര് പറയും. അല്ല, ഒരു പേടിയില്ല ആർക്കും. ഇല്ല. ഈ ചിഹ്നം എന്നുള്ളതിനേക്കാൾ എനിക്ക് പ്രധാനമായി തോന്നിയത് ഈ രാജ്യത്ത് ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ, ഈ രാജ്യം തന്നെ എങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള. എന്നിട്ടല്ല എൻ്റെ പാർട്ടിയും എൻ്റെ ചിഹ്നമൊക്കെ. ആ പാർട്ടിയും അത് ഉള്ള കാലത്തോളം, ഇനി ചിഹ്നം പോയാലും ആ പാർട്ടിയിൽ ഒരാളെങ്കിലും ബാക്കിയുള്ളിടത്തോളം കാലം ഈ രാജ്യത്തിന് വേണ്ടി പോരാടും. ഇലക്ട്രൽ ബോണ്ട് BJP-ക്കാർ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചു എന്നാണ്. അതിന് നിങ്ങൾ BJP-യെ പരാജയപ്പെടുത്താൻ, കോർപ്പറേറ്റുകളെ പരാജയപ്പെടുത്താൻ എന്നാണ്. സോണിയാഗാന്ധിയുടെ മരുമകനായ റോബർട്ട് വധേര BJP-ക്ക് എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ കൊടുത്തത്? ഇലക്ട്രൽ ബോണ്ട് റോബർട്ട് വധേര വാങ്ങിയത് കൊടുത്തതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല. ഇന്ത്യ രാജ്യം എനിക്കാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. DLF എത്ര കൊടുത്ത് കോൺഗ്രസിന്റെ കമ്പനി പേടിപ്പിക്കരുത്. എത്ര കൊടുത്ത്, എന്തിനു കൊടുത്ത്, ആര് കൊടുത്തു? കോൺഗ്രസിന്റെ നേതാവിന്റെ പെങ്ങളെ ഭർത്താവ് മകൻ ബിസിനസ് രാജീവ് ചന്ദ്രശേഖരന്റെ മകനുമായി നടത്തിയപ്പോ നിങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങളെ പാർട്ടിയായിട്ട് ബന്ധമില്ലെന്നല്ലേ? മറുപടി പറ. EP ജയരാജന്റെ മകനും രാജീവ് ചന്ദ്രശേഖരന്റെ മകനും തമ്മിൽ കൂട്ടുകച്ചവടം നടത്തിയപ്പോ നിങ്ങൾക്ക് ബന്ധമില്ലാന്നല്ലേ പറഞ്ഞത്? ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇലക്ട്രൽ ബോണ്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയത് BJP, രണ്ടാം സ്ഥാനത്ത് വാങ്ങിച്ചുള്ളത് കോൺഗ്രസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ അളിയനാണ് കോടികൾ കൊടുത്തത്. എന്തിന് BJP കൊടുത്തു? അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോൺഗ്രസിനെതിരെയുള്ള അന്വേഷണങ്ങൾ നിന്നിട്ടുണ്ട്. മറുപടി പറയാം. കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ച ചോദ്യത്തിന് BJP മറുപടി അതെന്താ? ഒരു കാലത്ത് തോണിക്കാരന്റെ പാട്ടും തോണിയെല്ലാം കണ്ടും കേട്ടും ഉണർന്നതാണ് കനോലി കനാലിന്റെ തീരത്തുള്ള ജനങ്ങൾ. ഇന്ന് അവിടെ ശുദ്രജീവികളായ കരിമൂർക്കൻ, വെള്ളിക്കട്ടൻ, അങ്ങനെ സകല ശുദ്രജീവികളും പെരുമ്പാമ്പും ഒക്കെ അവിടെ അടക്കി വാഴുകയാണ്.
കട്ടു മണക്കുന്ന വെള്ളമാണ് അതിൽ ഒഴുകുന്നത്. നിങ്ങൾക്ക് 3 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കനോലി കനാലിന് വേണ്ടിയിട്ട്? മാത്രമല്ല ഇവിടെ അങ്ങേയറ്റം വെള്ളക്കെട്ടായിട്ട് മാവറോട് കൂടി ഒന്നും നടക്കാൻ പറ്റൂല. മഴ പെയ്താല് എന്ത് ചെയ്യും? കല്ലായി പോയതിന്റെ അവിടെയൊക്കെ മണ്ണ് നിറഞ്ഞു കിടക്കുക. ഇവിടെ അറിയാം കറവ പശുവാണ് ഇന്ന് കനോലി കനാൽ എന്നുള്ളത്. അതായത് ഇവിടെ MP ആണെങ്കിലും ശരി, MLA ആണെങ്കിലും ശരി, കോഴിക്കോട് കോർപ്പറേഷനിലെ ആ ഭാഗത്തുള്ള കൗൺസിലർമാരാണെങ്കിലും ശരി, മേയറുടെ പ്രകടന പത്രികയിൽ അടക്കമുണ്ടായിരുന്ന കാര്യമായിരുന്നു കനോലി കനാലിൻ്റെ വികസനം കൊണ്ടുവരും, ഇറിഗേഷൻ വകുപ്പിനുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവിടെ വാട്ടർ നാവിഗേഷൻ കൊണ്ടുവരും, ജലഗതാഗതം കൊണ്ടുവരും എന്നുള്ള തരത്തിലുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ബജറ്റിലും 118 കോടി അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കും. എന്നാൽ ഇത് തന്നെയാണ് പറയുന്നത്, ഇവിടെ വികസനം വന്നിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ കോഴിക്കോട് ലോക്സഭ എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മറ്റ് രാഷ്ട്രീയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കോഴിക്കോടിന്റെ വികസനത്തെക്കുറിച്ച് തന്നെ നമുക്കിവിടെ സംസാരിക്കണം. ആ ഇറിഗേഷൻ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MP എന്ത് ചെയ്തു, ഇവിടെയുള്ള MLA എന്ത് ചെയ്തു എന്നുകൂടെ ഇവിടെ സൂചിപ്പിക്കണം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കനോലി കനാലിന്റെ ഭാഗത്ത് ഇതുവരെ ഒരു MP MLA ഉണ്ടായിട്ടില്ല. ഞാൻ അവിടുത്തെ കൗൺസിലറാണ്. കഴിഞ്ഞ തവണ ശോഭീന്ദ്രൻ മാഷിന്റെ നേതൃത്വത്തിൽ സെക്ടറുകളായിട്ട് അവിടെ വീതിച്ചുകൊണ്ട് കനോലി കനാലിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആള് തന്നെയാണ് ഞാൻ മാത്രമല്ല അതിന്റെ ഓരത്തുള്ള കൗൺസിലർമാരെല്ലാവരും തന്നെ. പക്ഷെ ഞങ്ങൾ കൗൺസിലർമാർ മാത്രം ഇറങ്ങിയതുകൊണ്ട് സാധിക്കില്ല. 2026 ഗതാഗത യോഗ്യമാകും എന്നുള്ളത് കേരള സംസ്ഥാന സർക്കാർ ഉറപ്പാണ്. 2026 നമുക്ക് തോണിപ്പാട്ട് കേൾക്കാം. നിങ്ങൾ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കുറ്റം പറഞ്ഞ്, കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ്, കേരളം കഴിഞ്ഞാൽ നിങ്ങൾ തമിഴ്നാട്ടിൽ ആ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് വോട്ട് പിടിക്കാൻ മുന്നണിയില് സീതാറാം യെച്ചൂരി ഒപ്പം നിന്നിട്ടുണ്ട്, വേദി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം തന്നെയാണ്. ആ രാഹുൽ ഗാന്ധി ആ മുന്നണിയുള്ള ആളല്ല, BJP-നെ നേരിടണമെന്ന് മാത്രമുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. സുഹൃത്തെ, നിങ്ങളുടെ ഉള്ളിൽ ആ അഭിപ്രായം ഉണ്ടല്ലോ, BJP-നെ വേണ്ടേ നേരിടാൻ. അതൊന്നും നേരിടാതെ ഇവിടെ വന്ന് ആനി രാജക്ക് നേരെ വന്നോണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, അടുത്ത ചോദ്യം. മാഡം ഇരിക്കൂ. മാഡം ഒരു തവണ ചോദിച്ചല്ലോ. ഇരിക്കൂ. 4.25 കൊല്ലം UPA സർക്കാരിന് പിന്തുണ കൊടുത്ത ഇടതുപക്ഷ മുന്നണി, ആ മുന്നണിയെ ഔദാര്യത്തിൽ നിന്നിട്ട് 4.25 കൊല്ലം ഭരിച്ചവരാണ് തമിഴ്നാട്ടിൽ കൊടി കൂട്ടിക്കെട്ടെന്ന് പറഞ്ഞ നാണമുണ്ടങ്ങൾക്ക് പറഞ്ഞു നടക്കാണ്. BJP-ന്റെ കൂടെ അല്ല കൂട്ടിക്കൂട്ടില്ലേ നിങ്ങൾ പറഞ്ഞ മതേതര. പിന്നെ ഒരു മനുഷ്യന് എന്ത് കഴിക്കണം, ഒരു മനുഷ്യന് എന്ത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന ആ കോൺഗ്രസിനാൽ മതേതര പാർട്ടിയല്ല. മതേതര പാർട്ടി ആണെങ്കിൽ മധ്യപ്രദേശില് പിന്നെ ഗോതമ്പ് നിരോധനം ആദ്യം കൊണ്ടുവന്ന ആരായിരുന്നു? കോൺഗ്രസ് അല്ലേ? അതുകൊണ്ട് കരീംക്ക് ജയിച്ച് പൊയ്ക്കോട്ടെ മക്കളെ, വെറുതെ ആക്കണ്ട. 2004 ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന് 62 സീറ്റ് ഉണ്ടായിരുന്നു. 44 സ്ഥാനത്തിലേക്ക് മത്സരിച്ചത് കോൺഗ്രസിനോടായിരുന്നു. നിങ്ങളുടെ ഒരു മന്ത്രിസ്ഥാനവും വേണ്ട, നിങ്ങളുടെ ഒരു സ്പീക്കർ സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞ് നിരുപാധിക പിന്തുണ കൊടുത്തിട്ടുണ്ട്. ആ നിരുപാധിക പിന്തുണ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുത്തി. ഇപ്രാവശ്യം നിങ്ങൾ എന്തുകൊണ്ട് ഉത്തർപ്രദേശിലെ അമേത്തിയിലും ഇവിടെ നിർത്താതെ പ്രശസ്തയായ ആനി രാജക്കെതിരെ ഇവിടെ കൊണ്ടുവന്നു? അതാണല്ലോ ചോദ്യം. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി? ഉത്തരം പറയട്ടെ. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണത്തിന് ഒരു PB മെമ്പറും വരണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ചു മുമ്പ് ആ സ്ഥാനാർത്ഥിത്വം കൂടി പിൻവലിക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭ്യർത്ഥന. വെറുതെ ആനി രാജയെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നാളെ ഇന്ത്യ മുന്നണിയുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? എന്തടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ മതേതര ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക? ഇന്ന് വോട്ട് വാങ്ങി ജയിച്ചു പോകുന്നു, നാളെ മറ്റൊരു ചേരിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലേ ഇന്ന് പിന്നെ ഇന്ത്യ അത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? ഇന്ത്യ രാജ്യത്ത് ഏത് സീറ്റിലും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ഗുജറാത്തിലെ നരേന്ദ്രമോദി അങ്ങ് വാരാണസിയിൽ CPM നേരത്തെ മത്സരിച്ച വാരാണസിയിൽ പോയപ്പോൾ ചോദിക്കാത്ത ചോദ്യം നിങ്ങൾ എന്തിനാ രാഹുൽ ഗാന്ധിയുടെ പേരെ ചോദിക്കുന്നത്? മുഖ്യ പ്രതിപക്ഷമായ BJP-ക്കെതിരായി മത്സരിക്കുന്നതിന് രാഹുൽ ഗാന്ധിക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായതെന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഒരു ഉത്തരമാണ് വേണ്ടത്. BJP-നല്ലേ ഇന്ത്യയിൽ പരാജയപ്പെടുത്തേണ്ടത്. BJPക്കെതിരായിട്ട് ശക്തമായ മത്സരം നടത്താതെ എന്തിനാണ് ഒരു സേഫർ സോണിലേക്ക് വന്നത് എന്നുള്ളതല്ലേ ചോദ്യം. അതിനല്ലേ ഉത്തരം വേണ്ടത്. സേഫസ്റ്റ് സോൺ ആണെന്ന് അംഗീകരിച്ചു, അത് സമ്മതിച്ചു. സേഫ് സോണാണ്. കേരളം പോലെ സേഫ് ആയുള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ പറയുന്നത്. കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ സർക്കാരിന്റെ ദൂർത്ത് വഴിവിട്ട ദൂർത്തുകൊണ്ട് സർക്കാർ ജീവനക്കാരന് പോലും ശമ്പളം മര്യാദ കൊടുക്കാൻ പറ്റില്ല. KSRTC
വർഷം ഓരോ മാസം 200 കോടിയോളം കൊണ്ടു കൊടുക്കുന്നതാണ്. ആ KSRTC ഇന്ന് വരെ മാന്യമായിട്ട് 7 കൊല്ലമായിട്ട് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുമോ? മര്യാദയ്ക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുമോ? പെൻഷൻ പരിശീലിക്കാൻ പറ്റുമോ? സർക്കാരിന്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി 30 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ പെൻഷൻ കൊടുത്തിരുന്നത് 34 ലക്ഷം ഉപഭോക്താക്കളെയും കൂടി കൂട്ടിച്ചേർത്ത് 64 ലക്ഷം ആളുകൾക്ക് ഒരു മാസം പെൻഷൻ കൊടുക്കാൻ 850 രൂപ വരുന്നത്. അത് പല സംവിധാനങ്ങളിൽ കടമെടുത്ത് കഴിഞ്ഞ 7.5 വർഷക്കാലം മുടങ്ങാതെ പെൻഷൻ കൊടുത്തൊരു സംവിധാനത്തെ ഇല്ലാതാക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ തീരുമാനിച്ചപ്പോൾ വോട്ട് ചെയ്ത ഈ പറയുന്ന ഈ മണ്ഡലത്തിലെ UDF ജനപ്രതിനിധിക്ക് വോട്ട് ചെയ്തത് ഈ 1600 രൂപ പെൻഷൻ വാങ്ങിച്ച മനുഷ്യരുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഈ സംവിധാനം ഒന്ന് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, കടമെടുക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ എംപിമാരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതിന് സകല തുകയും കൊടുത്തു കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് വാങ്ങിയത് പെൻഷൻ കൊടുക്കാനാണ് എന്ന് പറഞ്ഞത്. ആ പൈസ എന്ത് ചെയ്തു? സപ്ലൈകോയിൽ സാധനങ്ങളില്ല, ഇലക്ട്രിസിറ്റിയുടെ കാര്യം വർദ്ധിപ്പിച്ചു, മാസക്കാലം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തില്ല, 2 വർഷക്കാലം ആന്റണിയുടെ കാലത്ത് കൊടുത്തില്ല. ഇവിടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് ഇവിടെ ഭക്ഷ്യവസ്തുക്കൾ വിലക്കുറവിൽ കിട്ടുന്ന സപ്ലൈകോയിലെ സാധനമില്ല. 5 വർഷത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള സർക്കാർ എന്താണ് സപ്ലൈകോയിൽ എന്താണ് കിട്ടാനുള്ളത്? ഈ സപ്ലൈകോയിൽ നിലവിലുള്ള വസ്തുക്കൾക്ക് 3 ഇരട്ടി വിലയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനം. ആ പൊറുതികേടിന്റെ ഫലം നമ്മുടെ ഈ ഒരു ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. ഒരു തവണ ചോദിച്ചവർക്ക് വീണ്ടും മൈക്കില്ല. ഇനി ഇല്ല മാഡം, ഇരിക്കൂ. മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പെട്രോളിനും ഡീസലിനും വില വർധന ഉണ്ടായ സമയത്ത് നിരവധി സമരങ്ങൾ BJP നടത്തിയിട്ടുണ്ടായിരുന്നു. NDA മറ്റേ ഇവര് ഭരിക്കുന്ന സമയത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അന്നേരം 50 രൂപയ്ക്ക് പെട്രോൾ, 1 ലിറ്റർ പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് തന്നിട്ടില്ല. പിന്നെ കൂടാതെ സഹോദരിക്ക് അറിയാം 360 രൂപയായിരുന്ന പിന്നെ ഈ ഗ്യാസ് വില വർധന അത് എവിടെ എത്തി നിൽക്കുക? അപ്പം അതിനെപ്പറ്റി ഇപ്പം മോദി ഗ്യാരണ്ടി പറയുന്നുണ്ട്. ആ ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടിയാണ്? ഇനിയും വില വർദ്ധിക്കും എന്നുള്ള ഗ്യാരണ്ടിയാണോ? അതൊന്ന് പറയണം. അതിനിപ്പോ ഒരൊറ്റ മിനിറ്റ്, അത് പറയുന്നത് BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഈ സഹോദരൻ ചോദിച്ച സമയത്ത് BJP-നോട് ചോദിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഉത്തരം പറയുന്നു, കോൺഗ്രസിനോട് സമയത്ത് BJP. ഞങ്ങൾക്ക് എന്തായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയ സഹോദരി പണ്ട് അടുപ്പുകൂട്ടൽ സമരത്തിന് പോയല്ലോ. സഹോദരി പണ്ട് അടുപ്പുകൂട്ടൽ സമരത്തിന് പോയല്ലോ. ഗ്യാസും കുറ്റി സമരം കഴിഞ്ഞ 10 കൊല്ലമായി എന്തേ നിങ്ങളൊരു സമരം ചെയ്യുന്നില്ല? വളരെ പ്രധാനപ്പെട്ട കേൾക്കൂ, ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ചോദിച്ചത്? ഉത്തരം പറയൂ. ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾ, ചില ആളുകൾ 1600 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള വാർദ്ധക്യ പെൻഷൻ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്തില്. ആ ആളുകളുടെ പെൻഷൻ 7 മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. വാർദ്ധക്യ പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയിട്ടുള്ള പെൻഷനുകൾ മുടക്കി വെച്ചുകൊണ്ടാണ് നവകേരള യാത്ര എന്ന് പറഞ്ഞ് നവകേരള യാത്രയുടെ പേരിൽ ധൂർത്തടിച്ചുകൊണ്ട് ഇവിടെയുള്ള സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ള അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ ധൂർത്ത് മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ട് തന്റെ ക്ലിഫ് ഹൗസിലെ, തന്റെ പാർപ്പിടത്തിലെ പശുത്തൊഴുത്ത് നവീകരിച്ചുകൊണ്ട് AC സ്ഥാപിച്ചുകൊണ്ട് മരപ്പട്ടിയുടെ ശല്യം പുറത്തു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഇവിടെയുള്ള മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നിങ്ങൾ എന്ത് അവകാശമാണ് അനുവദിച്ചിട്ടുള്ളത്? ഇതാണ് ഉത്തരം പറയുന്നത്. ഇവിടെ പെൻഷൻ സംബന്ധിച്ചുള്ള ഭക്ഷ്യവസ്തുക്കളില്ലാതെ മണ്ണ് വാരി തിന്നുന്ന ഒരു കുട്ടിയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഭക്ഷ്യവസ്തുക്കളില്ലാതെ മണ്ണ് വാരി തിന്നുന്ന സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോയിട്ടുണ്ട്. അതിന്റെ ചിത്രം പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ഭക്ഷണം കൊടുക്കാനുള്ള ചോദ്യം ഗ്യാസിന്റെ പെട്രോളിന്റെ വിലയുടെ കാര്യല്ലേ? നിങ്ങൾ അത് പറഞ്ഞാ പോരെ? വെറുതെ കാടും വെള്ളം തള്ളുന്നില്ല.
ഗ്യാസും പെട്രോളും മാത്രമാണോ? ഗ്യാസും പെട്രോളും മാത്രമാണോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം വേണ്ടതാണ് വെള്ളവും വെളിച്ചവും, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളും. ആ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തുള്ള ജനതയ്ക്ക് കൊടുക്കുവാനുള്ള മനസ്സുണ്ടാകണം. സപ്ലൈകോയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ ആദ്യം എത്തണം. നമുക്കിത് അവസാനിപ്പിക്കാനുള്ള സമയമാവാണ്. ആരാധകരെ ശാന്തരാകുവിൻ. 4ാം തവണയും MK രാഘവൻ തന്നെയാണ് ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ വിജയിച്ചു കയറുക. ഞാനിവിടെ ചോദിക്കാനുള്ള ചോദ്യം, ഇവിടെ കോൺഗ്രസും CPM തമ്മിലാണ് മത്സരം. 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന പ്രിയപ്പെട്ട BJP പ്രതിനിധിയോട് നാഗ്പൂരിലെ സംഘപരിവാർ കാര്യാലയത്തിലെ ഫുഡ് മെനു ഇനി ഇന്ത്യയിൽ ചെലവാകില്ല. അത് ചോദ്യം ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ഇന്ന് അനുഭവിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ വില ആനുപാതികമായി കുറഞ്ഞ സമയത്തും മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പെട്രോളിൻ്റെ വില കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ നരേന്ദ്രമോദി ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ആനുപാതികമായിട്ടുള്ള ഉയർച്ച മാത്രമാണ് പെട്രോളിന്റെ പ്രൈസിന് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആനുപാതികമായിട്ടുള്ള ഉയർച്ച മറ്റു വസ്തുക്കളുടെ വില താരതമ്യം ചെയ്യുന്ന സമയത്ത് ആനുപാതികമായിട്ടുള്ള ഉയർച്ച മാത്രമാണ് പെട്രോളിന്റെ പ്രൈസിന് വന്നിട്ടുള്ളത്. 300 കോടി ഈ മണ്ഡലത്തിൽ ചെലവാക്കി. അതിന്റെ ഉത്തരം ഇതുവരെ കിട്ടിയില്ല. ശരി, 300 കോടിയുടെ ഉത്തരം ഒരിക്കൽ കൂടി നിജേഷ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ജയരാജനും BJP നമ്മളെ കച്ചവടം പറഞ്ഞ വൈദേഹം റിസോർട്ട് മറന്നുപോണ്ട. സംഗീ ആദ്യം നിങ്ങളുടെ നേതാക്കളെ കണക്ക് പറ. ശരി, ഓക്കെ. എന്തായാലും വളരെ 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 വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സംവാദമായിരുന്നു കോഴിക്കോട്. എന്തായാലും ഈ ആവേശം ഇലക്ഷനിലും പ്രതിഫലിക്കട്ടെ. ജനാധിപത്യം എന്ന് പറയുന്നത് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൂടെ ഉത്സവമാണല്ലോ. ഇന്ന് നമ്മുടെ ചിഹ്നം കോഴിക്കോട് മണ്ഡലത്തിൽ സമാപിക്കുന്നു. ഗുഡ് നൈറ്റ്.